ബ്രൈറ്റ്നസ് ഉണ്ട്. സഹോദരി സഹോദരന്മാരെ, മൃതാവിശ്വസിഹായുടെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ആ മഹനീയ ഓർമ്മ ആചരിക്കുന്ന ആ വലിയ രഹസ്യങ്ങളെ ആഘോഷമാക്കുന്ന ഈ ബലിയിൽ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവിതങ്ങളെയും സമസ്ത അവസ്ഥകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പ്രവാസികളായി കഴിയുന്ന എല്ലാ സഹോദരി സഹോദരന്മാരുടെയും ജീവിതങ്ങളെ, ഈ കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന എല്ലാ നൊമ്പരങ്ങളെയും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ തിരുഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അത്ഭുതങ്ങൾ, വിശുദ്ധീകരണം, നന്മകൾ സമൃദ്ധമായിട്ടുണ്ടാവാൻ പ്രാർത്ഥിക്കാം. ഈ ബലിയിൽ എല്ലാവരെയും ചേർത്ത് വയ്ക്കുന്നു. ദൈവാനുഗ്രഹത്തിനായി, ദൈവസ്നേഹത്തിനായി, കൂടുതൽ വിശുദ്ധീകരണത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ഈ ബലി നമുക്ക് അർപ്പിക്കാം.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദി മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൺപാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാരഹസ്യങ്ങൾ പരിശുദ്ധ റൂഹായുടെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരാ എന്നേക്കും.
സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിന്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. സർവേശ്വരരേ വാ
പരിശുദ്ധ റൂഹായുമായ സർവേശ്വര എന്നേക്കും. സർവ്വജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. സഹോദരരെ, പൗലോസ് ശ്ലീഹ കൊരിന്ഥോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം. കർത്താവെ ആശീർവദിക്കണമേ. അനുഗ്രഹിക്കട്ടെ. വിശുദ്ധർക്കുള്ള ധനശേഖരണത്തെ പറ്റി ഗലാത്യയിലെ സഭകളോട് ഞാൻ നിർദ്ദേശിച്ചതുപോലെ നിങ്ങളും ചെയ്യുക. ആഴ്ചയുടെ ആദ്യ ദിവസം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വരുമാനമനുസരിച്ച് ഒരു തുക മാറ്റി സൂക്ഷിക്കണം. ഞാൻ വരുമ്പോൾ പിരിവ് നടത്താതിരിക്കാനാണത്. ഞാൻ വരുമ്പോൾ നിങ്ങളുടെ സംഭാവന ജെറുസലേമിലേക്ക് കൊണ്ടുവരുന്നതിനായി നിങ്ങൾ അംഗീകരിക്കുന്ന വ്യക്തികളെ എഴുത്തുമായി ഞാൻ അയക്കാം. ഞാൻ പോകുന്നത് ഉചിതമെങ്കിൽ അവരും എന്നോടൊപ്പം പോരട്ടെ. ഞാൻ മക്കദോനിയയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാം. കാരണം എനിക്ക് മക്കദോനിയ വഴിയാണ് പോകേണ്ടത്. എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കണമെന്നുണ്ട്, കഴിയുമെങ്കിൽ ശീതകാലം മുഴുവൻ. പിന്നീട് എനിക്ക് പോകേണ്ടിടത്തേക്ക് നിങ്ങൾ എന്നെ യാത്ര അയക്കുമല്ലോ. ഇപ്പോൾ അതുവഴി വരുമ്പോൾ തിടുക്കത്തിൽ നിങ്ങളെ കാണാൻ എനിക്ക് ആഗ്രഹമില്ല. കാരണം കർത്താവ് അനുവദിച്ചാൽ കുറെ കാലം നിങ്ങളോടൊപ്പം താമസിക്കാമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എന്നാൽ പെന്തക്കുസ്ത വരെ ഞാൻ എഫേസോസിൽ താമസിക്കും. കാരണം ഫലദായകവും വിശാലവുമായ ഒരു വാതിൽ എനിക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. പ്രതിയോഗികളും വളരെയേറെയുണ്ട്. തിമോത്തേയോസ് നിങ്ങളുടെ അടുത്ത് വന്നാൽ അവൻ ഭയരഹിതനായി നിങ്ങളുടെ കൂടെ വസിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അവനും എന്നെ പോലെ കർത്താവിന്റെ ജോലിയാണ് ചെയ്യുന്നത്. ആകയാൽ ആരും അവനെ നിന്ദിക്കരുത്. എന്റെ പക്കലേക്ക് വരുന്നതിന് സമാധാനത്തോടെ അവനെ യാത്രയാക്കണം. സഹോദരരോടൊപ്പം അവനെ ഞാൻ കാത്തിരിക്കുന്നു. ഇനിയും സഹോദരൻ അപ്പോളോസിനെ പറ്റി മറ്റു സഹോദരനോടൊന്നിച്ച് നിങ്ങളെ സന്ദർശിക്കാൻ ഞാൻ അവനോട് കുറെ അപേക്ഷിച്ചു. എന്നാൽ ഇപ്പോൾ വരാൻ അവന് ഒട്ടും ഇഷ്ടമല്ല. അവസരം കിട്ടുമ്പോൾ അവൻ നിങ്ങളെ സന്ദർശിക്കും. ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ, ധീരരും ശക്തരുമാകുവിൻ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ശ്ലീഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോരോ പട്ടണത്തിലും ഗ്രാമത്തിലും പോയി പഠിപ്പിച്ചുകൊണ്ട് ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഒരുവൻ അവനോട് ചോദിച്ചു, കർത്താവേ, രക്ഷപ്പെടുന്നവർ ചുരുക്കമാണോ? അവൻ അവരോട് പറഞ്ഞു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകർ പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങും. അപ്പോൾ അവൻ നിങ്ങളോട് പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയാൻ തുടങ്ങും, നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും നീ ഞങ്ങളുടെ തെരുവുകളിൽ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവൻ അവരോട് പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എല്ലാവരും എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. അബ്രാഹത്തെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും സകല പ്രവാചകന്മാരെയും ദൈവരാജ്യത്തിലും നിങ്ങളെ ബഹിഷ്കൃതരായി പുറത്തും കാണുമ്പോൾ അവിടെ കരച്ചിലും പല്ലുകടിയുമായിരിക്കും. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്കു നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിരിക്കും. ഇതാ പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരുമാകും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന കുടുംബമാണ് ഇത് എന്ന് അറിയിക്കുകയാണ്. വീട് വിട്ട് നാട് വിട്ട് വിദേശങ്ങളിൽ സ്വന്തം കുടുംബം പുലർത്താൻ, നാടിൻ്റെ വികസനത്തിന് പോലും ആവാൻ കഷ്ടപ്പെടുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് സഹോദരി സഹോദരന്മാരുടെ ദിനങ്ങൾ ഇനിയും കടന്നു വരും. അങ്ങനെ എന്തെല്ലാം നേരിട്ടവരാണ് നാം എന്ന് നാം ചിന്തിക്കണം. ജീവിതത്തിൻ്റെ ആരംഭദിശ മുതൽ ഈ മണ്ണ് വിട്ട് പരലോകത്തിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥ വരെ ഒന്നല്ല, ഒരു നൂറല്ല, നൂറുകണക്കിന് പ്രതിസന്ധികളുടെ മഹാമാരികൾ ജീവിതത്തിൽ വന്നലയ്ക്കും. പക്ഷെ അവിടെയൊക്കെ നമ്മൾ പിടിച്ചു നിൽക്കും. കർത്താവിൻ്റെ കാരുണ്യം അത്ഭുതമാണ്. അവൻ നമ്മളെ ചേർത്ത് പിടിക്കുന്ന അനുഭവമാണ്. അത് തീർച്ചയാണ് എന്നുള്ളതാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനുഗ്രഹം, അത്ഭുതം ഉണ്ടാകുമെന്നുള്ളതിന് സംശയമേ വേണ്ട. എന്തേരം രോഗങ്ങൾ വന്നു, എന്തേരം മാനസിക വ്യഥകൾ വന്നു, പക്ഷേ അതെല്ലാം കഴിഞ്ഞു പോയില്ലേ? മഴ കനത്തു, പുഴ നിറഞ്ഞു, പുരമുടിഞ്ഞു, വയലിടിഞ്ഞു, വയറിരിഞ്ഞു, എന്നിട്ടും അങ്ങനെ അങ്ങ് നശിച്ചു പോയില്ല. വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ, ഉണർന്നെഴുന്നേൽക്കാനുള്ള കെൽപ്പ്, ത്രാണി ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. കൂടെ നിർത്താൻ, കൂടെ ചേർത്ത് നിർത്താൻ, നെഞ്ചോട് ചേർത്ത് വെക്കാൻ ഒരു വലിയ സമൂഹമുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, പ്രവാസികളായ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു രൂപത, ഒരു സഭ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത, അഭിവന്യ പെരുന്തോട്ടം പിതാവ്, അഭിവന്യ തോമസ് തറയിൽ പിതാവ്, പൗത്തിൽ പിതാവിൻ്റെ പ്രാർത്ഥനകൾ, നമ്മുടെ വൈദികരുടെയും സന്യസ്തരുടെയും ഇവിടുത്തെ ആത്മായ സഹോദരങ്ങളുടെയും തീഷ്ണത നിറഞ്ഞ പ്രാർത്ഥനകൾ, ഓരോ പരിശുദ്ധ കുർബാനയിലും യാമ പ്രാർത്ഥനകളിലും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഒരുപാടാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ പ്രവാസി അപ്പോസ്തലേറ്റ് തന്നെയുണ്ട്. നിങ്ങളെ ഓർക്കാൻ, നിങ്ങൾക്ക് വേണ്ടി മാത്രം ചിന്ത ഉണർത്തുന്ന ഒരു അപ്പോസ്തലേറ്റ് ഉണ്ട്. ബഹുമാനപ്പെട്ട ടിജി പുതുവെട്ടിക്കളത്തിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വിവിധ നാടുകളിൽ, ഗൾഫിലെ വിവിധ മേഖലകളിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പ്രവർത്തിക്കുന്നു. ഇവിടെയും വളരെ മനോഹരമായി ഏതാണ്ട് 47ഓളം പേരെ വിദേശത്ത് നിന്ന് ഇവിടെ കൊണ്ടുവരാൻ, ഈ അപ്പോസ്തലേറ്റിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു. ഇവിടെ വന്നതിന് ശേഷം അവർക്ക് ഏതിനും ഓടി നടക്കുന്ന ഒരു പ്രവാസി അപ്പോസ്തലേറ്റ് ഇവിടെ ഉണ്ട്.
എന്താവശ്യത്തിനും നിങ്ങൾക്ക് വിളിക്കാവുന്ന, ആശ്രയം വെക്കാവുന്ന ഒരു വലിയ കുടുംബം ഇവിടെ ഉണ്ട്. ഞാൻ ഈ പ്രവാസി അപ്പോസ്തലേറ്റിനെ ഓർക്കുകയാണ്, പ്രാർത്ഥനയോടെ നന്ദിയോടെ ഓർക്കുകയാണ്. എന്തേറെ അത്ഭുതങ്ങളാണ് ദൈവം ഈ പ്രവാസി അപ്പോസ്തലേറ്റ്, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രവാസി അപ്പോസ്തലേറ്റ് വഴി നടത്തുന്നത്. ഈ കാലഘട്ടങ്ങളിൽ അത്ഭുതങ്ങൾ കാണുന്നു. അവരെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രവാസിയായി കഴിയുന്നത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല. ഗൾഫിലെ പല സ്ഥലങ്ങളിലും ധ്യാനിപ്പിക്കാൻ അവസരം കിട്ടിയ അനുഭവം എനിക്കുണ്ട്. സൗദി അറേബ്യയിലും UAE മുഴുവനും തന്നെയും ധ്യാനമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ദുബായിലെ ഒരു ലേബർ ക്യാമ്പിൽ ധ്യാനിപ്പിക്കാൻ ചെന്ന അനുഭവം. ഏതാണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് അവിടെ ഉണ്ടായിരുന്നത്. കടുത്ത ചൂടായിരുന്നു. എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലേറെ ചൂടായിരുന്നു അത്. അത്രയും ഞാൻ വ്യക്തിപരമായി അനുഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാലത്ത്, ഒരു മാസക്കാലം ദുബായില് എനിക്ക് തോന്നുന്നു അൽക്കൂസ് എന്ന ലേബർ ക്യാമ്പിലാണ് എത്തിയത്. ഫ്രീ സോണും DP1 ഒക്കെ നിങ്ങൾക്കറിയാം. വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞ് അൽക്കൂസിലെ ഒരു ലേബർ ക്യാമ്പിൽ ധ്യാനിപ്പിക്കാൻ ചെന്നു. വെളുപ്പിന് 1 മണി വരെയാണ് ധ്യാനം. ചെറുപ്പക്കാരും മുതിർന്നവരുമായിട്ടുള്ള ധാരാളം പേര് ആ ധ്യാനത്തിൽ വന്നു ചേർന്നു. വചനപ്രസംഗത്തിന് ശേഷം കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. ദീർഘമായിട്ടുള്ള കുമ്പസാരം. അച്ഛാ, വല്ലപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടും. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, എത്ര നേരം വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം, കുമ്പസാരം നടത്താം. വെളുപ്പിന് 1 മണി കഴിഞ്ഞപ്പോൾ ധ്യാനം, മറ്റ് കർമ്മങ്ങളുമൊക്കെ കഴിഞ്ഞു. ഞാൻ പോകുന്ന സമയത്ത് കുറെ ചെറുപ്പക്കാര് പ്രാർത്ഥിക്കണം, വ്യക്തിപരമായി തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഏതാണ്ട് 50-55 വയസ്സുള്ള ഒരു അപ്പച്ചൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, അച്ഛാ, എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനകളെല്ലാം ആത്മാർത്ഥമാണ്. പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തിന്റെ തോളത്ത് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്തൊരു വിശേഷം, നാട്ടിലെവിടെയാണ്? അച്ഛാ, ഞാൻ നാട്ടില് ഇന്ന സ്ഥലത്തെ ആളാണ്. എൻ്റെ ജോലി പോയിരിക്കുകയാണ്. ഏതു സമയത്തും ഞാൻ ഇവിടുന്ന് എക്സിറ്റ് ആവും. പക്ഷേ എൻ്റെ നാട്ടില് എൻ്റെ ഭാര്യയും എൻ്റെ 2 പെൺകുഞ്ഞുങ്ങളും അവര് വളർന്നു വരുന്നേ ഉള്ള അച്ഛൻ. എൻ്റെ വീട് ഞാനൊന്ന് പണിതേ ഉള്ളൂ, ലോൺ അടയ്ക്കണം. മറ്റൊന്ന്, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയിക്കൊണ്ടിരിക്കുകയാണ് അച്ഛാ. ഗ്ലൂക്കോമ ബാധിച്ച് കണ്ണിന്റെ കാഴ്ച മങ്ങുന്ന ഒരു പാവ മനുഷ്യൻ പ്രവാസത്തിൽ കഴിയുകയാണ്. അദ്ദേഹത്തിന്റെ നല്ല കാലം മുഴുവൻ ഈ പ്രവാസ മണ്ണിലാണ്, കഷ്ടപ്പെടുകയാണ്. അച്ഛനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കൊച്ചു ജോലിയെങ്കിലും കിട്ടാൻ, എൻ്റെ കുടുംബം പുലർത്താൻ. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഇവിടെ കഴിയുന്നത്? പിന്നെ എൻ്റെ കൂടെ താമസിക്കുന്ന ചെറുപ്പക്കാരായ കുട്ടികൾ, അവര് കുറച്ച് പൈസ സൂക്ഷിച്ച് വെച്ച് എനിക്ക് തരും. അതിൽ കുറച്ച് ഞാൻ നാട്ടിലേക്ക് അയക്കും, കുറച്ചെൻ്റെ കയ്യിൽ വെക്കും. അങ്ങനെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഞാൻ ഓർക്കുകയായിരുന്നു, ദൈവമേ, ഗൾഫിൽ വിദേശത്തെന്നൊക്കെ പറയുമ്പോൾ വലിയ സാമ്പത്തികം എന്നൊക്കെ ചിന്തിച്ചപ്പോൾ, പക്ഷെ ഇന്ന് ഈ സമയം എൻ്റെ മനസ്സിൽ അങ്ങനെയല്ല. കഷ്ടപ്പെടുന്ന കുടുംബത്തെ പുലർത്താൻ, അതുവഴി പിന്നീട് സമൂഹത്തിന്റെ ഒക്കെ ഉന്നതിക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന വലിയൊരു സമൂഹം, പ്രാർത്ഥന നിറഞ്ഞ ജീവിതവുമായി, കണ്ണീരും കഷ്ടപ്പാടും നിറഞ്ഞ ജീവിതവുമായി മുമ്പോട്ട് പോകുന്ന തന്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയെ ഒന്ന് കാണാൻ, തന്റെ ജീവന്റെ പൊന്നോമനങ്ങളായി മക്കളെ ഒന്ന് കാണാൻ വർഷത്തിൽ ഒരിക്കലെങ്കിലും സാധിക്കണമെന്ന് ആഗ്രഹിച്ച് മനസ്സ് നിറയെ സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ കാലം, ജീവിതം, അവസ്ഥകൾ ഓർക്കുകയാണ്. പ്രിയമുള്ള പ്രവാസി സഹോദരങ്ങളെ, അറിയാം, ഇപ്പോൾ തീർച്ചയായും അറിയാം. മാത്രമല്ല, ഇന്നിപ്പോൾ ഈ മഹാമാരി വല്ലാതെ പടർന്നു പിടിക്കുന്നു. ആ മഹാമാരിയുടെ വൈറസ് വല്ലാതെ ദ്രുതതാളത്തിൽ മനുഷ്യ മനസ്സുകളെ വേദനിപ്പിച്ച് ശരീരങ്ങളെ വല്ലാതെ കാർന്നു നിന്ന് കടന്നു പോകുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങളുടെ സ്നേഹം അറിയിക്കുകയാണ്. കൂടെ നിർത്താൻ, നിങ്ങളെ സഹായിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. ദൈവം അനുഗ്രഹിക്കും. ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചത്, കരുതലുണ്ട് ദൈവത്തിന്, കരുതലുണ്ട് നാടിന് നിങ്ങളെ ഓർത്ത്, കരുതലുണ്ട് ഈ സഭയ്ക്ക്, ക്രൈസ്തവ സഭയ്ക്ക്, കത്തോലിക്ക സഭയ്ക്ക് കരുതലുണ്ട്. നമ്മുടെ പിതാവിന്, അഭിവന്യ പെരുന്തോട്ടം പിതാവിന്റെ കരുതലാണ്, തറയിൽ പിതാവിന്റെ കരുതലുണ്ട് എന്ന് ഞാൻ അറിയിക്കുകയാണ്. ഇവിടുത്തെ വൈദികരുടെയും ഈ പ്രവാസി അപ്പോസ്തലരുടെയും കരുതൽ ഉണ്ട് എന്ന
ഇന്നത്തെ വചനഭാഗം നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിന്റെ 13-ാമത്തെ അധ്യായം 22 തുടങ്ങിയിട്ടുള്ള തിരുവചനങ്ങളാണ്. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കണം. ഇടുങ്ങിയ വാതിൽ. ഈ വചനം വായിച്ചപ്പോൾ മനസ്സിൽ വന്നത് 3 ചിന്തകളാണ്. 1, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കണം. 2, നീതിയോടെ ജീവിക്കണം. 3, സ്വന്തം നീതിയിലല്ല കർത്താവിന്റെ നീതിയിൽ ആശ്രയിക്കണം. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കണം, നീതിനിഷ്ഠമായൊരു ജീവിതം നയിക്കണം, സ്വന്തം നീതിയിലല്ല കർത്താവിന്റെ നീതിയിൽ ആശ്രയിക്കണം. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അത്ര എളുപ്പമല്ല സാഹചര്യങ്ങൾ. ജീവിതത്തിന്റെ മുമ്പോട്ടുള്ള യാത്രയിൽ, അതിന്റെ ഗതിവിഗതികളിൽ അനുഭവിക്കുന്ന പ്രശ്ന പ്രതിസന്ധികൾ ഒന്നിനു മീതെ ഒന്നായി. ഒരു മഴ കഴിയുന്നു, ഒരു പുഴ നിറയുന്നു, അത് പ്രളയമാകുന്നു, അത് കഴിയുന്നു, വീണ്ടും പട്ടിണിയാകുന്നു, വരൾച്ച ഉണ്ടാകുന്നു, അതെല്ലാം കഴിഞ്ഞ് ഒരു രോഗം, ഒരു ചെറിയ കൃമി ശരീരത്തിൽ കയറുന്നു, അത് ക്യാൻസറായി വളരുന്നു. അങ്ങനെ എന്തെല്ലാം നനച്ചിരിക്കാതെ എന്തെല്ലാം ആ പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ ചിന്തകൾ വെച്ച് അങ്ങനെ വിഷമിച്ചിരിക്കരുത്. ജീവിതം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല. നോട്ട് ഓൾവേസ് ഈസി എന്നൊരു ചിന്തയുണ്ട്. പരിശ്രമിക്കണം. ഇടുങ്ങിയ വാതില്, വിനാശത്തിലേക്കുള്ള വഴി വിസ്തൃതമാണ്. വാതിൽ അതും വിശാലമാണ്, വിനാശത്തിലേക്കുള്ളത്. എന്നാൽ സന്തോഷത്തിലേക്കുള്ളത്, യഥാർത്ഥ സന്തോഷം നേടണമെങ്കിൽ അതിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ്, വാതിലും ഇടുങ്ങിയതാണ്. നുഴഞ്ഞു കയറേണ്ടി വരും. ബലവാന്മാർ പിടിച്ചടക്കുമെന്നുള്ളതാണ്, ആത്മീയ കരുത്തുള്ളവർ പിടിച്ചെടുക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രതിസന്ധി വന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാർത്ത കേട്ടു, ഈ ലോക്ക്ഡൌൺ കാലഘട്ടങ്ങളിൽ ഏതാണ്ട് 66 കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തു. 66 കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തു. ചിന്തിക്കാൻ പറ്റുമോ? പരീക്ഷയ്ക്ക് തോക്കുമെന്ന പേടി, ഉദ്ദേശിച്ച കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള പേടി. ഒരു പയ്യൻ അവൻ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് എഴുതി വെച്ചിരുന്നു, അമ്മ, ഞാൻ ഉദ്ദേശിച്ച കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് തോന്നുന്നില്ല, അവിടുത്തെ പരീക്ഷ എനിക്ക് പാസ്സാകാൻ പറ്റിയില്ല, ഞാൻ പോവുകയാണ്, ഈ ലോക ജീവിതം ഞാൻ മടുത്തു, ഞാൻ ഈശോയുടെ അടുക്കിലേക്ക് പോവുകയാണ്. ഈശോയുടെ അടുക്കിലേക്ക് പോകണമെങ്കിൽ ജീവിതം പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് അവസാനിപ്പിച്ചേക്കാം എന്നുള്ള ഒരു ബാലിശമായ ചിന്ത എനിക്ക് വ്യക്തിപരമായിട്ട് അസ്വസ്ഥത തോന്നുന്നു. അതെന്താണ്? രക്ഷപ്പെടണമെങ്കിൽ ആത്മഹത്യയാണോ ഒരു പരിഹാരം? ഒരിക്കലുമല്ല. തോൽവിയുണ്ടാവും, വീണ്ടും കയറണം, വീണ്ടും എഴുന്നേൽക്കണം. അത് ഈ ഭൂമി നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ഭൂമിയിലെ പല ജീവിതങ്ങളും നമ്മളെ പഠിപ്പിച്ചു, വിശുദ്ധരുടെ ജീവിതം നമ്മളെ പഠിപ്പിച്ചു. എല്ലാത്തിനും ഉപരി തമ്പുരാൻ കർത്താവ് വിശ്വസിക്കുക പ്രതീക്ഷയുടെ ജീവിതത്തെ കുറിച്ച് വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അച്ഛൻ അധികം അതേക്കുറിച്ച് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കണം. കഷ്ടപ്പാടും ഇരുക്കങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ അവസാനം മഴ കഴിഞ്ഞ് മാനത്തൊരു മഴവില്ലുണ്ടാവും എന്നുള്ള ചിന്ത വേണം. കുരിശ് കഴിഞ്ഞാണ് ഉത്ഥാനം ഉണ്ടായത്. വേദന കഴിഞ്ഞതിന്റെ വേദനയുടെ അവസാനം ഒരു കിരീടം നമ്മുടെ മേൽ സ്ഥാപിക്കപ്പെടും എന്നുള്ള ചിന്ത ഉണ്ടാവട്ടെ. രണ്ടാമത്തേത് നീതിയോടെ ജീവിക്കണം എന്നുള്ളതാണ്. നീതിയോടെ ജീവിക്കണം. ദൈവത്തോടുള്ള സ്നേഹം മാത്രമല്ല, ദൈവത്തോടുള്ള സ്നേഹം അത് പച്ചയായി ആവിഷ്കരിക്കണമെങ്കിൽ, അത് അനുഭവിക്കണമെങ്കിൽ കുടുംബത്തോടുള്ള, സമൂഹത്തോടുള്ള നീതിനിഷ്ഠമായ ജീവിതവും നമുക്ക് ആവശ്യമാണ്. കർത്താവേ, നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ പ്രസംഗിച്ചു, അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങളും. പക്ഷെ അവസാനം നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്നൊരു വാക്ക് കേട്ടാലോ? അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നവൻ, പരോപകാര പ്രവൃത്തികൾ ചെയ്യുന്നു എന്ന് പറയുന്നവൻ നീതിയോടെയാണോ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലാണോ? വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ നീതിമാൻ എന്ന് പറയുന്നു, ദൈവിക നീതി സ്വന്തമാക്കിയ ആളാണ്. മാനുഷിക നീതി അതിലംഘിക്കുന്ന ദൈവിക നീതി സ്വന്തമാക്കിയ വ്യക്തി. നമുക്ക് മാനുഷിക നീതിയെ അതിലംഘിക്കുന്ന ദൈവിക നീതി സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കാം. ആമോസ് പ്രവാചകന്റെ പുസ്തകം 5-ാമത്തെ അധ്യായത്തില് പ്രവാചകനിലൂടെ പറയുന്ന ഒരു സംഗതിയുണ്ട്. എനിക്ക് നിങ്ങളുടെ മഹാസമ്മേളനങ്ങൾ സന്തോഷമില്ല, എനിക്ക് നിങ്ങളുടെ സ്തോത്രഗീതം ആസ്വദിക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ബലികൾ എനിക്ക് വേണ്ട. പകരം എന്താണ് വേണ്ടത്? നീതി ജലം പോലെ ഒഴുകട്ടെ എന്നുള്ളതാണ്.
സത്യം അത് വറ്റാത്ത ഉറവ പോലെ ആകട്ടെ എന്നുള്ളത്. നീതിയും സത്യവും ഒക്കെയാണ് ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. മിക്ക പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം, മിക്ക പ്രവാചകന്റെ പുസ്തകത്തില് അവിടെ ദൈവസന്നിധിയിലേക്ക് എത്തുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിന്റെ അങ്കലാപ്പ് എന്താണെന്നറിയാമോ? ഞാൻ എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത്, ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കണം. അതുകൊണ്ട് ആ വിശ്വാസി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ദൈവമേ ഞാൻ എന്ത് ബലികൾ അർപ്പിക്കണം, എങ്ങനെയാണ് ബലിയർപ്പിക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് മുട്ടുകുത്തേണ്ടത്, അങ്ങ് എങ്ങനെ പ്രസാദിക്കും. ഞാൻ 1 വയസ്സുള്ള ഒരു കാളക്കുട്ടിയെ ബലിയർപ്പിക്കട്ടെ, അല്ലെ 10,000 മുട്ടാടുകളെ കൊണ്ടുള്ള ബലിയർപ്പിക്കട്ടെ, അല്ലെങ്കിൽ 10,000 കുടം എണ്ണ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ കമഴ്ത്തട്ടെ, അതുമല്ലെങ്കിൽ പാപപരിഹാരത്തിനായി എൻ്റെ ഏക മകനെ തന്നെ ബലി നൽകട്ടെ, എങ്ങനെ അതിനെ പ്രസാദിപ്പിക്കണമെന്നുള്ള ചിന്തയില്ല. അവിടെയും പ്രവാചകനിലൂടെ തമ്പുരാൻ അറിയിക്കുന്ന ഒരു സംഗതി, അല്ലയോ മകനെ, പ്രവാചകന്മാർ മുഖേന ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നീതി ഉണ്ടാവണം, നീതിയുടെ ജീവിതം നയിക്കണം, വിശ്വസ്തതയുടെ ജീവിതം നയിക്കണം, വിനയപൂർവ്വം ദൈവത്തോടൊപ്പം നടക്കണം. അതാണ് പ്രത്യേകമായിട്ടുള്ളത്. മത്തായിയുടെ സുവിശേഷത്തിന്റെ 7-ാമത്തെ അധ്യായത്തില് കപടനാട്യക്കാരായ ഫരിസേയരെ, നിയമജ്ഞരെ, നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ തുളസിയുടെയും ചതുപ്പയുടെയും ഒക്കെ ദശാംശം കൊടുക്കുന്നു, എന്നാൽ നിയമത്തിലെ പ്രധാന സംഗതികളായ നീതി, വിശ്വസ്തത, വിനയം തുടങ്ങിയവയ്ക്ക് നിങ്ങൾ അപ്രധാനമായിട്ട് അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് ദുരിതമെന്ന് പറയും. അതുകൊണ്ട് നീതിയുടെ ജീവിതം ഏതർത്ഥത്തിലും ഏത് തലത്തിലും നമ്മൾ ജീവിക്കുമ്പോൾ നീതിയുള്ളവരാവുക, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുക, ദൈവിക നീതിയെ സ്വന്തമാക്കുക. 3-ാമത്തേത്, കർത്താവിന്റെ നീതിയിൽ ആശ്രയിക്കണം. കർത്താവിന്റെ നീതി നമ്മുടെ വ്യക്തിമഹാത്മ്യമല്ല, നമ്മുടെ ഗുണഗണങ്ങളല്ല, എല്ലാം കർത്താവിന്റെ കൃപയാണ് എന്ന് ചിന്തിക്കണം. കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കാനായിട്ട് യത്നിക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാമത്തെ അധ്യായം 16-17 തിരുവചനങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചു. യേശു ക്രിസ്തുവിൽ നിന്നാണ് കൃപ ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ ഇഷ്ടമാണ് നടക്കേണ്ടത്, ദൈവത്തിന്റെ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ നടക്കേണ്ടത് എന്ന് ചിന്തിക്കണം. നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടം നടക്കണം. അതിനുവേണ്ടി യത്നിക്കണം. അപ്പോൾ മുമ്പന്മാർ പിൻപന്മാരാകും, പിൻപന്മാർ മുമ്പന്മാരാകും. ദൈവത്തിന്റെ വിധിയാണ്, ദൈവത്തിന്റെ നീതിവിധിയാണ്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് പരിഭവമോ പരാതിയോ എന്നതിനേക്കാൾ ഉപരി, അതൊക്കെ സാധാരണ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പരിഭവങ്ങളും പരാതികളും, പക്ഷെ അതിനുമൊക്കെ അപ്പുറത്ത് നമ്മളൊരു കത്തോലിക്ക വിശ്വാസിയാണ്. വിശുദ്ധ ജ്ഞാനസ്നാനത്തിലൂടെ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് എത്തി നിൽക്കുന്ന ഞാനും നീയുമൊക്കെ കൂദാശകളുടെ ആ മാസ്മരിക അനുഭവത്തിലൂടെ കടന്നു പോകുന്ന എനിക്കും നിനക്കുമൊക്കെ ഈ ജീവിത ശൈലി ജീവിക്കാൻ കർത്താവിന്റെ വഴികളിലൂടെ വിനയപൂർവ്വം നീതിയോടെ സ്നേഹത്തോടെ വിശ്വസ്തയോടെ നടക്കാൻ ഇടയുണ്ടാവണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതൊരു ചലഞ്ചാണ്, ഇതൊരു ചലഞ്ചാണ്, വലിയ വെല്ലുവിളിയാണ്. അതിനെ നമ്മൾ അഭിമുഖീകരിക്കണം. തകർന്നു പോകരുത്, തളർന്നു പോകരുത്. വീണ്ടും കൂട്ടിച്ചേർക്കാനാവാത്ത വിധം ഒന്നും അങ്ങ് നശിച്ചു പോയിട്ടില്ല, ഒന്നും അങ്ങ് പൊട്ടിപ്പോയിട്ടില്ല. എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഒരു കാലമുണ്ടാവും, ഒരു നന്മയുടെ കാലമുണ്ടാവും, നന്മരങ്ങൾ പൂക്കുന്ന സമയമുണ്ടാവും. എല്ലാം സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, ആശ്വാസത്തിന്റെ കുളിരണി അനുഭവങ്ങൾ ഉണ്ടാകും. വിഷമിക്കരുത്, വ്യഥിത ചിത്തരാവരുത്, ഖിന്നരാവരുത്. കർത്താവിന്റെ കാരുണ്യം അത് പ്രവാഹം പോലെയാണ്. അതിങ്ങനെ മലവെള്ളപ്പാച്ചിൽ പോലെ നമ്മുടെ ജീവിതങ്ങളെ കുളിർപ്പിച്ചുകൊണ്ട് തണുപ്പിച്ചുകൊണ്ട് കടന്നു പോകും. ആരും വേദനിച്ച് മനസ്സ് പിടഞ്ഞ് മാറി നിൽക്കരുത്. സന്തോഷത്തോടെ ആത്മീയ അത്ഭുതങ്ങൾ നടക്കുമെന്നുള്ള വിശ്വാസത്തോടെ എല്ലാത്തിനും ദൈവത്തിന് പരിഹാരമുണ്ട്, ദൈവസന്നിധിയിൽ എല്ലാത്തിനും പരിഹാരമുണ്ട് എന്ന ഉണർവോടെ ഉയിരിന്റെ ചിന്ത ആത്മാവിൽ നിറച്ചു വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വസ്തതയുടെ ജീവിതം നയിക്കാം. ഒരിക്കൽ കൂടി പ്രവാസികളായ നിങ്ങളെ ഈ ചങ്കത്ത് ചേർത്ത് വെച്ച്, ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വെച്ച്, അവിടെ ഉയർത്തപ്പെടുന്ന കാസയോടും പിലാസയോടും നിങ്ങളുടെ ജീവിതങ്ങളെയും ചേർത്ത് വെച്ച്, നാട്ടിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മനസ്സിന്റെ വേദനകളെ, വിഷമങ്ങളെ, വൈഷമ്യങ്ങളെ ഒക്കെ ചേർത്ത് വെച്ച്, സാമ്പത്തിക ക്ലേശങ്ങളെ ഒക്കെ ചേർത്ത് വെച്ച്, ഈ കോവിഡിന്റെ അസ്വസ്ഥതകളെ ഒക്കെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അത്ഭുതങ്ങൾ വിരിയിക്കട്ടെ. സമാധാനത്തിന്റെ പുതിയ പ്രഭാത സൂര്യൻ നിങ്ങളുടെ ജീവിതത്തിൽ ആ കിരണങ്ങൾ വീശട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ പ്രത്യാശയോടും കൂടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുമേ എന്ന് പ്രാർത്ഥിക്കാം.
പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പെന്തക്കോസ്താതിരുനാളിൽ ശ്രീകന്മാരുടെ തീനാവുള്ള രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്നേഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ തലവനുമായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ ദൃഷ്ടമായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിതരുടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവൃതാനം നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ത്രീന്മാർക്ക് പ്രത്യാശയും ധൈര്യം പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശോഭിപ്പിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്ത കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായ ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റുള്ളവർ, ബന്ധുമിത്രാദികൾ എന്നിവരെല്ലാം കാത്തുപരിപാലിക്കണമെന്നും അധികാരികളെയും ശാസ്ത്രീയ ഗവേഷണം നടത്തുന്നവരെയും രോഗപ്രതിരോധ മാർഗങ്ങൾ കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പൂർണ്ണമായും ഇല്ലാതാക്കി ലോകത്തെ സംരക്ഷിക്കുവാൻ കൃപയുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സമാധാനത്തിന്റെ അനുഗ്രഹത്തിന്റെ മാലാഖിക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് സ്ലീഹന്മാരെ നിറച്ച് കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിൽ വർഷിക്കണമേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വിശുദ്ധായ സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാവട്ടെ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമാവിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരനെ നിങ്ങൾ കൈവത്തിനായി തലകുറിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേൽ ഞങ്ങളുടെ കരുണ നിറഞ്ഞ വലം കൈനീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിലും നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവ്വം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതി ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. എന്റെ രാജാവായ കർത്താവേ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും.
ചിന്തിയും അതുപോലെ ഗാത്രം ബലിയായർപ്പിച്ച് ഞങ്ങളിതാ തിരുസന്നിധിയിൽ വാഴ്ത്താം മാനവരോടൊപ്പം എന്നെന്നും നാഥാ തിരുനാമം. മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക്
പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രകേസുമാരുമായി നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയനുസരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ വില നമുക്ക് സഹായത്തിൽ രക്ഷിക്കും. സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. ഈ കുർബാന എന്റെ കരം വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് പറയുന്നു. നീണ്ട അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരായ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ ഇന്ന് കരുണയാത്ര തലയുപരിയാക്കി അങ്ങ് നൽകി ഈ ദാനം തെളിഞ്ഞ സ്നേഹത്തോട് ഉറച്ച വിശ്വാസത്തോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരനെയും മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാനും മത്സരത്തിലെ വിവിധ കാലങ്ങൾ അങ്ങയുടെ കൃപയാൽ അനുഗ്രഹീതവും ഐശ്വര്യപൂർണ്ണമാകുവാനും വേണ്ടി ഈ ബലി അങ്ങ് കൈക്കൊള്ളണമേ. അങ്ങയുടെ സന്നദ്ധയിൽ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാനയുടെ സ്വീകരണത്തിന് യോഗ്യരായ എല്ലാ സഭാതനയർക്കു വേണ്ടിയും ഇപ്പോൾ തിരുമുൻപിൽ നിൽക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കും ദാസികൾക്കും ഞങ്ങൾക്ക് വേണ്ടിയും മറ്റെല്ലാവർക്കു വേണ്ടിയും പ്രത്യേകിച്ച് എല്ലാ പ്രവാസി സഹോദരങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാസ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ും
സൃഷ്ടികളിലും നിന്ന് കഴിച്ച് വഹിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെ മുതലുള്ള സ്ഥലത്തെ കരുവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗ്ഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും സ്രാഫ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും
കർത്താവേശ്വരനായ ദൈവമേ, പ്രധാനാചാര്യൻ സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിമാർ റോമായിലേമ ഫ്രാൻസിസ് പപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ ഗീവർഗീസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും ദക്ഷിണമായ ഔസേപ്പ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാവിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടി അയോഗ്യനായതിനു വേണ്ടി ഈ കുർബാനയെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനും കൃപാധിക്യത്തിനും യോജിച്ച വിധം അങ്ങയുടെ ജനത്തോട് വെളിയവനായി എന്നോട് വർത്തിക്കണമേ. എന്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്കവിധം അങ്ങ് പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർഭയവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ ആമേന്റെയും അങ്ങയുടെ ദർശനതയിൽ സമൃദ്ധിയുള്ള നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങയുടെ അവിടെയും സമൃദ്ധമായ കൃപയാൽ സഞ്ചാരമാക്കണം. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അത് മാത്രമാണ് യഥാർത്ഥമായ ദൈവം അങ്ങയുടെ പ്രയുക്തനായ ഈശോ മിശിഹായെ നയിച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവമായ മിശിഹാവിന്റെ ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരകന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായക അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധ റൂഹ എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. നിന്റെ ദാസരുടെ കുർബാനയിലൂടെ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിന് മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ മഹനീയ വിസ്മയാപൂർവമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് നീ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ പുനരുദ്ധത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സ്തുതിക്കീർത്തനങ്ങൾ ഇന്നു
സ്വർഗ്ഗത്തിൽ വസിക്കുന്നവനേ, അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തി. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്ക്, ദാസിയുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്ക് എന്നതുപോലെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അതുവരെ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. കർത്താവായ ദൈവമേ, പാപമാലിന്യങ്ങൾ കഴുകി ഞങ്ങളുടെ സ്നേഹത്തിന്റെ ദിവ്യപരിമളത്താൽ എന്നെ പൂർണ്ണനാകണമേ. വഴിതെറ്റിപ്പോയി ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തി നല്ല ഇടയായി എനിക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എന്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണം. കർത്താവായ ദൈവമേ, വിശുദ്ധവുമായ ബലിപീഠത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷയെ സുഗന്ധപ്രദനാക്കണമേ. കർത്താവായ ദൈവയുടെ കാരുണ്യ പ്രത്യാശാപൂർവ്വം പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ സുഗന്ധപൂരിതരാക്കണമേ. കർത്താവായ ദൈവമേ, വിശുദ്ധാരുടെ സാദൃശ്യം അവിടുത്തെ സിംഹാസനമായി ഈ ബലിപീഠത്തെയും പാപമോചകമായ തിരുശരീരങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നുവെങ്കിലും സ്തുതവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താവത്തോടും കൂടെ സഭയുടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. അനുതാപത്തിനുള്ളാവുന്ന ക്ഷരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിലെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ,
ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണങ്ങളും ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധ്യാപകരെ പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവതരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് നീ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുകയും ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഭവിഷ്യത്തനായ സർവ്വേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കാരുണ്യം ഞങ്ങൾ കീഴപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും നീയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. വിശുദ്ധർ പ്രകാശത്തിന്റെ സ്ഥലത്ത് തങ്ങളുടെ കണ്ണുകൾ ഉറപ്പിച്ചു. അവർ മിശിഹായുടെ സ്നേഹത്തോട് പ്രതികരിക്കുകയും എല്ലാ ക്ലേശങ്ങളും പീഡനങ്ങളും സഹിക്കുകയും ചെയ്തു. സുവിശേഷ പ്രകാരം ഒരുക്കിയിരിക്കുന്ന അവാച്യമായ സൗഭാഗ്യത്തിൽ അവരോടൊപ്പം നമുക്കും പങ്കുചേരാം. നമ്മെ ജീവിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. അരൂപിയിലുള്ള വികാരന്റെ സ്വീകരണ പ്രാർത്ഥന. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ.
മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ ഞങ്ങൾ ഭക്ഷിച്ച ശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. സകലതീനാഥായ എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്ക് കാരണമാകട്ടെ. മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയ ഗണങ്ങളോടുകൂടി നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവൃത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവിതാഗ്രഹവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവരുടെ നീതിമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹ സ്നേഹങ്ങൾ എന്ന് പറയുന്നു. മിശിഹായിലൂടെ കുരിശിലെ ബലി വഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിൽ അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സർവ്വേശ്വരാ എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായെ നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് നീ ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാവട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അന്നദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. സകലേശൻ സൃഷ്ടിച്ചല്ലോ മാനവനെ രക്ഷിച്ചങ്ങി തിരുസുതനാ നൽകി ദിവ്യരഹസ്യം കൈക്കൊള്ളും നമ്മെ നയിക്കും നിഖിലേശൻ. പാടാം ദൈവ സ്തുതികൾ നാം വാഴ്ത്താമെന്നും തിരുമുൻപിൽ. പരിപാലനമേ യാഗത്തിൽ പങ്കാളികളാ തീർന്നവരാ നമ്മെ നിതാന്തം സകലേശൻ പ്രേഷിതരായി നയിക്കട്ടെ.